അവനെ തൊഴുവാനായെന്നും ജനത്തിരക്ക് കാലം എടുത്തു വച്ചാൽ സ്വർഗം പോലും ഇല്ലുമിനാട്ടി ഇല്ലുമിനാട്ടി അണ്ണൻ തനി നാടൻ കൊല മണ്ണുമിനാട്ടി. അപ്പൊ നമുക്കിനി താമസിപ്പിക്കാൻ തുടങ്ങിയല്ലേ? എന്നാ തുടങ്ങാം. ഞങ്ങളുടെ പ്രസ്ഥാനത്തിനകത്തേക്ക് ഏത് തലയെടുപ്പുള്ള നേതാവ്, തലയെടുപ്പുള്ള ഏകദേശം പിണറായിയുടെ ഒപ്പം തലയെടുപ്പുള്ള ഇ.പി. ജയരാജൻ സഖാവ് ഇ.പി. ബി.ജെ.പിയിലോട്ട് പോകാൻ ചർച്ച നടത്തിയ ഇ.പി. ജയരാജൻ. അടിയത്തിനെ തിരുവേനി അറിയില്ലെങ്കിലും തിരുവേനിയെ അടിയത്തിന് അറിയാം. ഞാൻ ഇന്ന് വരെ ശോഭാ സുരേന്ദ്രനുമായിട്ട് ഒരിക്കൽ പോലും നേരിട്ട് സംസാരിച്ചിട്ടില്ല, അടുത്തു നിന്ന് കണ്ടിട്ടില്ല. ഞങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് ജയരാജന്റെ മക്കൾക്ക് ശോഭാ സുരേന്ദ്രന്റെ മെസ്സേജ് അയക്കേണ്ട കാര്യം എന്താണ്? ഗോപാല ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യുക? കൃത്യമായിട്ടൊന്നും പറയാതിരിക്കാം, കിടന്ന് ഉരുളുക, അതേ രക്ഷയുള്ളൂ. എനിക്ക് അവരെ ഒരു കാര്യം കേൾക്കേണ്ടതില്ല, എനിക്ക് അവരെ പരിചയമില്ല. തിരുമേനി ഒരു വേണ്ടി മറ്റേടത്ത് ഓർത്താനും പറഞ്ഞില്ലേ? ബി.ജെ.പിയിൽ ചേരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഡൽഹി വരെ വന്നു. എനിക്കറിയില്ല. സഖാവ് നിങ്ങൾ പോയോ? ഞാൻ 2 വർഷത്തോളമായി ഇപ്പോൾ ഡൽഹിയിൽ പോയിട്ട്. ആദ്യഘട്ട ചർച്ച കഴിഞ്ഞു. 2ാം ഘട്ട ചർച്ച സമയത്ത് കേരളത്തിൽ നിന്ന് പിണറായി വിജയന്റെ ഗുണ്ടകൾ ഭീഷണിപ്പെടുത്തി. നിന്നെ ഇതുപോലെ ഇവിടെ തല്ലി ചതച്ചിട്ടാലും ഒരുത്തനും എന്നോട് ചോദിക്കാൻ പറ്റില്ല. ഉയ്യന്റെ കാറൽ മാർക്സ് മുത്തപ്പ ഉള്ള തന്നെയാണോ ഇതൊക്കെ? അങ്ങനെ പറയരുത്, എന്നെ രക്ഷിക്കാൻ ഇപ്പാണ് ഞാൻ വിടില്ല. സഖാവ് ജയരാജൻ ജാഗ്രത കാണിക്കാറില്ല എന്നത് നേരത്തെ തന്നെ ഉള്ള ഒരു അനുഭവമാണ്. ശോഭേച്ചി നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? അദ്ദേഹത്തിന്റെ ഭാര്യ ഉൾപ്പെടെ കണ്ണൂരിൽ ഇല്ലാതാവും എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം അദ്ദേഹത്തിന്റെ പിന്മാറ്റം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത്? അല്ല ശോഭേച്ചി, വേറെന്താണ് ഇ.പി.ന്റെ ആഗ്രഹം? ഭാരതീയ ജനതാ പാർട്ടിയുടെ ക്യാബിനറ്റ് മിനിസ്റ്റർ ആവാൻ ആഗ്രഹമുണ്ട്. അല്ല എന്തൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്നത്? എന്തൊക്കെയാണ് നടക്കുന്നേ? അല്ല എന്താണ് ക്യാബിനറ്റ് മന്ത്രിയൊക്കെ ആകാൻ ആഗ്രഹമുണ്ട് എന്നൊക്കെ കേട്ട്. ഞാൻ പോകുന്നു. ബൈ ബൈ. അയ്യോ വഴി മാറി.